ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കട്ട്ലേറ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഒരു വെറൈറ്റി കട്ട്ലേറ്റ്, കടച്ചക്ക വെച്ചിട്ടുള്ളൊരു കട്ട്ലേറ്റാണ്. അപ്പോൾ ഇപ്പോൾ കടച്ചക്കയുടെ സീസണാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ കടച്ചക്ക എന്നാണ് കേട്ടോ പറയാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ കടച്ചക്ക വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടൊരു ഈസി ആൻഡ് ടേസ്റ്റി കട്ട്ലേറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ കടച്ചക്ക മാത്രമല്ല കേട്ടോ, ഇതൊരു ഹെൽത്തി കട്ട്ലേറ്റാണ്. അപ്പോൾ ഇതിലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ കടച്ചക്ക ആദ്യം തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി ഉപ്പിട്ടൊന്ന് വേവിച്ചെടുക്കണേ. അപ്പോൾ നല്ലപോലെ ഉടച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതിനനുസരിച്ച് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ക്യൂബ്സായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് ക്യാപ്സിക്കം കേട്ടോ, ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം മതി, അധികമൊന്നും വേണ്ട, ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രം. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് മല്ലിയില, ഒരു പിടി മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സീക്രട്ട് ആൻഡ് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞത് ഓട്സ് 1 കപ്പ് ചേർത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കടച്ചക്ക ഇട്ടപ്പോൾ ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചത്. പിന്നെ അതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ്, ഇടിച്ച മുളക്, പിന്നെ ഗരം മസാലപ്പൊടി ഒരു 1/2 സ്പൂൺ, അതുപോലെ തന്നെ കുരുമുളക് 1/2 സ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിന് പകരമാണ് കേട്ടോ. പിന്നെ ഓട്സ് ചേർത്തത് കൊണ്ട് തന്നെ നല്ലൊരു കൊഴുപ്പുണ്ടാവും. അപ്പോൾ നമ്മുടെ കൈമലൊക്കെ ഒരുപാട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഓട്സ് ഞാൻ സോക്ക് ചെയ്തിട്ടല്ല ചേർക്കുന്നത്. അപ്പോൾ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഓട്സ് ഒന്ന് കുതിർത്തിയതിന് ശേഷം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് വരും. അപ്പോൾ തീരെ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്, കാരണം കടച്ചക്ക വേവിച്ചപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുമ്പോഴും അതിൽ നിന്നും അത്യാവശ്യം വെള്ളം ഇറങ്ങും. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം കിട്ടും. അപ്പോൾ അതനുസരിച്ച് മാത്രം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. പോരായ വന്നാൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ആദ്യമേ ചേർക്കുമ്പോൾ വെള്ളം കൂടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വെള്ളം കൂടിപ്പോയാലും കുഴപ്പമില്ല, ഓട്സ് ചേർത്ത് കൊടുത്തിട്ട് തന്നെ അതൊന്ന് ബാലൻസ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, പൊട്ടാറ്റോയുടെ ആ ഒരു കൺസിസ്റ്റൻസി കടച്ചക്ക ചേർക്കുമ്പോൾ കിട്ടുമെന്ന്. അങ്ങനെയൊന്നും പേടിക്കേണ്ട. കടച്ചക്കയ്ക്കും നല്ലൊരു കൊഴുപ്പൊക്കെ ഉണ്ടാവും. പൊട്ടാറ്റോയുടെ പോലെ തന്നെ ആ നല്ല ബൈൻഡ് ചെയ്ത് ഇരിക്കും നമ്മൾ കുഴച്ച് ഉരുളയാക്കി എടുക്കുമ്പോഴേ. പിന്നെ നല്ല നൂറുള്ള കടച്ചക്ക നോക്കി എടുക്കുക. അതായത് നല്ല കൊഴുപ്പുള്ള കടച്ചക്ക. വെന്ത് കഴിയുമ്പോൾ നമ്മൾ തൊടുമ്പോൾ അറിയാൻ പറ്റുമല്ലോ ആ പൊട്ടാറ്റോയുടെ ഒരു രീതി. അങ്ങനത്തത് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ കുഴച്ച് എടുത്തിട്ട് ഇനി നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുന്നുണ്ട്, കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ബോൾസായിട്ട് കട്ട്ലേറ്റിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമുള്ള പോലത്തെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ബോൾസ് ആക്കിയിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ ബോൾസ് പോലെ ആയിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കട്ട്ലേറ്റിൻ്റെ രൂപത്തിലാണ് ചെയ്തെടുക്കണേ. പിന്നെ ഞാനിത് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട്, ഇപ്പോൾ കുട്ടികൾക്കൊക്കെ സ്നാക്സൊക്കെ ആയിട്ട് സ്കൂളിലേക്ക് കൊടുത്ത് വിടാവുന്ന രീതിയിലേക്കാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അധികം ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ കോട്ടിങ്ങും ചെയ്തെടുക്കണില്ല കേട്ടോ. മുട്ടയോ അല്ലെങ്കിൽ കോൺഫ്ലവറിലോ മുക്കി, അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി, അങ്ങനെയൊന്നും ഞാൻ ചെയ്തെടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. മുട്ട ബീറ്റ് ചെയ്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഓട്സിൽ തന്നെ വേണമെങ്കിൽ ഒന്ന് കവർ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഒറിജിനൽ കട്ട്ലേറ്റിൻ്റെ പോലെ തന്നെ ഉള്ളൊരു അപ്പിയറൻസ് വേണമെങ്കിൽ റസ്ക് പൗഡറിലോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസിലോ കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല. അല്ലാതെ തന്നെ ഓട്സ് ചേർത്ത് മിക്സ് ചെയ്തതുകൊണ്ട് നല്ല ക്രിസ്പിനെസ് ഉണ്ടായിരിക്കും ഇതിന്. അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യണില്ല. പിന്നെ വളരെ ഈസിയാണ്. ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു പരിപാടിയായി മാറും ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സ്കൂളിലേക്കൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അമ്മമാർക്കൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് തയ്യാറാക്കുന്ന രീതിയിലുള്ളതായിരിക്കും കൂടുതലിഷ്ടം. കാരണം എന്തായാലും രാവിലെയൊക്കെ തയ്യാറാക്കുമ്പോൾ എല്ലാവർക്കും കുറച്ച് റഷായിരിക്കുമല്ലോ രാവിലെ ടൈമിലൊക്കെ. അപ്പോൾ ആ ടൈമിലൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു സ്നാക്കായിരിക്കും പിള്ളേർക്ക് കൊടുത്തിടാനായിട്ട്. അധികം സമയമൊന്നും വേണ്ടല്ലോ. അപ്പം ഞാൻ അതനുസരിച്ചാണ്
ഇങ്ങനെ ഒരു രീതിയിൽ തയ്യാറാക്കാമെന്ന് വിചാരിച്ചത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ ഇതിപ്പോൾ കടച്ചക്ക സീസൺ കൂടി ആയതുകൊണ്ട് നല്ല ഈസി ആയിട്ട് കിട്ടുന്നൊരു ഐറ്റം ആണല്ലോ. ഇപ്പം മിക്കവരുടെയും വീടുകളിലൊക്കെ ഉണ്ടാവും. ഞങ്ങളുടെ ഏരിയയിലൊക്കെ എല്ലാ വീടുകളിലും ഈ ഒരു കടച്ചക്കയുടെ പ്ലാവ് ഉണ്ട്. അപ്പോൾ ഇഷ്ടം പോലെ ഇപ്പം മഴയൊക്കെ കൂടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വെറുതെ കൊഴിഞ്ഞ് വീഴും. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു സ്നാക്ക് ഉണ്ടാക്കാം കേട്ടോ, ഈസിയാണേ. അപ്പോൾ ഞാൻ കട്ട്ലേറ്റ്സ് എല്ലാതും കട്ട്ലേറ്റിൻ്റെ ആ ഷേപ്പിലേക്ക് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചിട്ടല്ല ഞാൻ ഫ്രൈ ചെയ്യണത്. കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്, കുട്ടികൾക്കൊക്കെ കൊടുത്തിടാൻ ആ രീതിയിലല്ലേ തയ്യാറാക്കുന്നത്. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓയിലൊന്നും അധികം യൂസ് ചെയ്യാതെ ഒരു മെത്തേഡിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ സാധാരണ നോർമലി നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് ഒറ്റയടിക്ക് ഫ്രൈ ചെയ്തെടുക്കാനാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ വളരെ കുറവ് ഓയിലിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് പതുക്കെ മറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ തയ്യാറാക്കുമ്പോൾ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യം വരില്ല. പക്ഷെ നമുക്ക് കുറച്ച് സമയം എടുക്കും. അതായത് ലോ ഫയറിൽ കുറച്ച് നേരം ഇങ്ങനെ ഒരു സൈഡ് തന്നെ പതുക്കെ വെന്ത് വരണം. ഒരുപാട് ഓയിൽ ഒഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉൾഭാഗമൊക്കെ അങ്ങോട്ട് ഫ്രൈ ആയിട്ട് വന്നോളുമല്ലോ. അപ്പോൾ ഇതങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ തയ്യാറാക്കുന്നത് കൊണ്ട് ഈ ഒരു മെത്തേഡിൽ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിൽ പല ഇൻഗ്രീഡിയൻസൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചേർത്ത ഇൻഗ്രീഡിയൻസിൽ നിന്ന് മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ തയ്യാറാക്കാം. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ രീതിയിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒരു മെത്തേഡിൽ തയ്യാറാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരു സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ടിട്ട് ഇപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിത് എടുത്ത് മാറ്റിയിട്ട് അടുത്ത ട്രിപ്പും കൂടി ഇട്ട് കൊടുത്ത് കംപ്ലീറ്റ് ആയിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് പൊട്ടാറ്റോ ചേർക്കണം. ഇപ്പോൾ കടച്ചക്ക മാത്രം ചേർത്താൽ ഒരു ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഡൗട്ടുള്ളവർക്ക് പകുതി കടച്ചക്ക വേവിച്ചതും പകുതി ഉരുളൻകിഴങ്ങ് വേവിച്ചതും കൂടി ചേർത്തിട്ട് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അങ്ങനെ ആയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കി നോക്ക്. അപ്പോഴാണല്ലോ നമുക്ക് പുതിയ പുതിയ ടേസ്റ്റുകളൊക്കെ ഒന്ന് മനസ്സിലാവാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഇതുപോലത്തെ കുറേ ഈസി റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ. അപ്പോൾ അതൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കിയിട്ട് എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ. അതുപോലെ തന്നെ ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻസൊക്കെ ഇട്ടോളൂ കേട്ടോ. അതുപോലെ തന്നെ കടച്ചക്കയുടെ വേറൊരു പേര് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഇട്ടോളൂ കേട്ടോ, അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കടച്ചക്ക ഓട്സ് കട്ട്ലേറ്റ് ആണിത്. ഒരു ഹെൽത്തി റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ കൊടുത്തിടാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. റോ ആയിട്ട് കഴിക്കാൻ പറ്റിയത്. അപ്പം ഞാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് മസാല ഉണ്ടാക്കാതെ എല്ലാം റോ ആയിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴും നല്ല ടേസ്റ്റി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ വരെ വെയിറ്റ് ചെയ്തിരിക്കുക.